UDFന്റെ പ്രകടന പത്രിക കണ്ട് കിളി പോയി ഇരിക്കുവാ ഞാൻ. നിങ്ങളും കിളി പോയി കാണുമെന്ന് എനിക്കറിയാം. 25 ലക്ഷം ഫാമിലി ഇൻഷുറൻസ്. ഒരു 75 ലക്ഷം കുടുംബങ്ങളുണ്ടേ കേരളത്തിൽ. അപ്പൊ ആകെ ഒരു വർഷം അടയ്ക്കേണ്ടുന്നത് 17,500 കോടി രൂപ. ആരോഗ്യ മേഖലയ്ക്കായിട്ട് ബഡ്ജറ്റിൽ മാറ്റി വെച്ചേക്കുന്നത് 13,000 കോടി രൂപ. ബാക്കി 4,500 കോടി എങ്ങനെയാ ഈ സ്വകാര്യ കമ്പനികൾക്ക് അടയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്? പറ. ഈ ഉള്ള പൈസയെല്ലാം സ്വകാര്യ ഇൻഷുറൻസ് ഏജൻസിക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ മെഡിക്കൽ കോളേജിൽ സൗകര്യങ്ങളോ ബെഡോ ഡോക്ടർമാരോ അങ്ങനെ ഒന്നും വേണ്ടായിരിക്കും അല്ലേ? UDF ഭരണത്തിൽ വന്നു കഴിഞ്ഞാ സ്വകാര്യ ആശുപത്രികളൊക്കെ കുറച്ചങ്ങ് കൊഴുക്കും നോക്കിക്കും. പിന്നെ പണ്ട് പറഞ്ഞത് പെൻഷൻ 6,000 തരുമെന്ന്. ഇപ്പൊ എന്താ അതങ്ങ് 3,000 ആയി പോയത്? നടക്കത്തില്ലെന്ന് സ്വന്തമായിട്ട് മനസ്സിലായോ? അതോ കാശില്ലേ കയ്യില്? നിങ്ങൾ ഭരിക്കുന്ന ഹിമാചലിലെ ഇതേ കണക്ക് കുറെ വാഗ്ദാനങ്ങൾ നിങ്ങൾ വാരിക്കോരി കൊടുത്തായിരുന്നു. ഇപ്പൊ അവിടുത്തെ മുഖ്യമന്ത്രിയും ബാക്കി മന്ത്രിമാരും 50% സാലറി കട്ടിലാ ജീവിക്കുന്നത്. കാര്യം എന്താ? സാമ്പത്തിക മാന്ദ്യം. തീർന്നില്ല. കർണാടകയില് സൗജന്യ യാത്ര കൊടുത്ത് KSRTC കട്ടപ്പുറത്തായി. ഇനിയുണ്ട് തെലങ്കാനയില് പെൻഷൻ കൊടുത്തിട്ട് 22 മാസമായി. നടപ്പിലാക്കില്ല എന്ന് നിങ്ങൾക്ക് തന്നെ ഉറപ്പുണ്ടായോണ്ടാണോ നിങ്ങൾ ഈ പ്രകടന പത്രിക ഇറക്കിയത്? പറ.